നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽപ്പർ, സെയിൽസ്മാൻ, സൂപ്പർവൈസർ, സെക്യൂരിറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഇൻ്റർവ്യൂ നടക്കുന്നു. കൂടാതെ ജോലി ഇൻ്റർവ്യൂവിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ 2 കാര്യങ്ങളാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1. ഹെൽപ്പർ, സെയിൽസ്മാൻ, സൂപ്പർവൈസർ, സെക്യൂരിറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ലുലു ഗ്രൂപ്പ് കൊച്ചിയിലേക്ക് നിരവധി ഒഴിവുകളിലായി ജോലിക്കാരെ നിയമിക്കുന്നു. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ അവസരം പാഴാക്കരുത്. സൂപ്പർവൈസർ, കാഷ്യർ, സെക്യൂരിറ്റി, ഹെൽപ്പർ തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവരെയും പരിഗണിക്കും. തസ്തിക സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് വിമൻ, പ്രായപരിധി 20 തൊട്ട് 30 വയസ്സ് വരെ, യോഗ്യത 10ാം ക്ലാസ്. 2. സെയിൽസ് വിമൻ, സെലിബ്രേറ്റ് ടെക്സ്റ്റൈൽസ്, പ്രായപരിധി 20 തൊട്ട് 40 വയസ്സ് വരെ, യോഗ്യത ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. 3. കാഷ്യർ, പ്രായപരിധി 20 തൊട്ട് 30 വയസ്സ് വരെ, +2 യോഗ്യത, ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. അടുത്തത് റൈഡ് ഓപ്പറേറ്റർ ഗെയിംസ്, പ്രായപരിധി 20 തൊട്ട് 30 വയസ്സ് വരെ, യോഗ്യത HSC അല്ലെങ്കിൽ ഡിപ്ലോമ, ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. അടുത്തത് ജെൻസ് ലേഡീസ് ടൈലർ, പ്രായപരിധി 45 വയസ്സ് വരെ, യോഗ്യത എക്സ്പീരിയൻസ് വേണം. അടുത്തത് ഹെൽപ്പർ, പ്രായപരിധി 45 വയസ്സ് വരെ, യോഗ്യത സ്റ്റോർ ഓപ്പറേഷൻസിന് പിന്തുണ നൽകാൻ ആവശ്യമായ പ്രായോഗിക പരിചയം വേണം. അടുത്തത് സൂപ്പർവൈസർ, പ്രായപരിധി 25 തൊട്ട് 35 വയസ്സ് വരെ, യോഗ്യത റോസ്റ്ററി, സ്റ്റേഷനറി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഗ്രോസറി, ഫുഡ് മേഖലകളിൽ കുറഞ്ഞത് 3 വർഷം അനുഭവം വേണം. റിട്ടെയിൽ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്യുക, മികച്ച കസ്റ്റമർ റിലേഷൻ പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. അടുത്തത് സെക്യൂരിറ്റി, യോഗ്യത സെക്യൂരിറ്റി സൂപ്പർവൈസർ, ഓഫീസർ, ഗാർഡ്, CCTV ഓപ്പറേറ്റർ മേഖലകളിൽ 2 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ്, വലിയ സ്ഥാപനങ്ങളുടെ സെക്യൂരിറ്റി മാനദണ്ഡങ്ങളും സർവൈലൻസ് സംവിധാനം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അടുത്തത് ഫിഷ് മോങ്കർ, അസിസ്റ്റൻ്റ് ഫിഷ് മോങ്കർ, യോഗ്യത കുറഞ്ഞത് 1 വർഷം അനുഭവ പരിചയം, സീ ഫുഡ് ക്വാളിറ്റി ചെക്ക്, കട്ടിംഗ്, ക്ലീനിങ് എന്നിവയിൽ പരിചയമുള്ളവരായിരിക്കണം. അടുത്തത് കമ്മീസ്, ഷെഫ് ഡി പാർട്ടി, DCDP, യോഗ്യത സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. ഇൻ്റർവ്യൂ താൽപ്പര്യമുള്ളവർ ഡിസംബർ 6 നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് ഹാജരാവണം. തൊടുപുഴ മുനിസിപ്പൽ സിൽവർ ജൂബിലി ടൗൺ ഹാളിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. താൽപ്പര്യമുള്ളവർ ആവശ്യമായ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മെയിലിൽ ബന്ധപ്പെടാം. സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ. സ്ഥലം മുനിസിപ്പൽ സിൽവർ ജൂബിലി ടൗൺ ഹാൾ, നിയർ ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പിൻകോഡ് 685584. 2. ജോലി ഇൻ്റർവ്യൂവിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. ഒരു ജോലി അഭിമുഖം എന്നത് നിങ്ങളുടെ തൊഴിൽപരമായ കഴിവുകളും വ്യക്തിത്വവും ഒരുപോലെ വിലയിരുത്തപ്പെടുന്ന നിർണായകമായ ഒരു ഘട്ടമാണ്. നല്ല യോഗ്യതകൾ ഉണ്ടായിട്ടും മികച്ച അനുഭവ സമ്പത്തുണ്ടായിട്ടും ചില ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ സംസാരത്തിലെ പിഴവുകൾ കാരണം സ്വപ്ന ജോലി നഷ്ടപ്പെടാറുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങളുടെ ശരീരഭാഷയും ചോദ്യങ്ങളോടുള്ള പ്രതികരണ രീതിയും നിങ്ങളുടെ കരിയർ ഗ്രാഫ് മുകളിലേക്ക് ഉയർത്താനോ താഴേക്ക് കൊണ്ടുവരാനോ സാധ്യതയുള്ളതാണ്. അതിനാൽ നിങ്ങൾ ഒരു തൊഴിൽ ദാതാവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ
അബദ്ധത്തിൽ പോലും പറഞ്ഞു പോകാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെ നിങ്ങളുടെ അവസരങ്ങളെ ഇല്ലാതാക്കുമെന്നും പരിശോധിക്കാം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അഭിമുഖത്തിൽ തിളങ്ങാനും തീർച്ചയായും സഹായകമാകും. 1. മുൻ കമ്പനിയെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ ഒഴിവാക്കുക. പ്രൊഫഷണലിസം പ്രധാനമാണ്. ഒരു തൊഴിലന്വേഷകൻ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ പ്രൊഫഷണലിസം നിലനിർത്തുക എന്നതാണ്. മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തെയോ സഹപ്രവർത്തകരെയോ മേലധികാരികളെയോ മോശമായോ നിഷേധാത്മകമായോ സംസാരിക്കുന്നത് അഭിമുഖം നടത്തുന്നവരിൽ തെറ്റായ ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പഴയ ജോലിസ്ഥലം മോശമായിരുന്നിരിക്കാം, എങ്കിലും അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വികാരാധീനരാവാതെ പകരം ആ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ എന്തു പഠിച്ചു, എങ്ങനെ നിങ്ങൾ ഒരു മികച്ച പ്രൊഫഷണലായി വളർന്നു എന്ന് പോസിറ്റീവായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ലാതെ സംസാരിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ ഈ കമ്പനികളെക്കുറിച്ചും ഇതേ രീതിയിൽ സംസാരിച്ചേക്കാം എന്നൊരാശങ്ക തൊഴിൽദാതാവിൽ ജനിപ്പിക്കാനിടയാകും. 2. ശമ്പളത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ താൽപ്പര്യം സ്ഥാപനത്തിൽ മാത്രമാകണം. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശമ്പളത്തെക്കുറിച്ചോ അവധിക്കാലം, ബോണസ് പോലുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചോ ചോദിക്കാൻ തിടുക്കം കൂട്ടുന്നത് കാണാറുണ്ട്. ഇത് വളരെ വലിയ ഒരബദ്ധമാണ്. ശമ്പളം തീർച്ചയായും ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ജോലിയോടുള്ള നിങ്ങളുടെ താൽപ്പര്യത്തേക്കാൾ വലുത് പണമാണെന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താൻ കാരണമാകും. ഈ സ്ഥാനത്തെക്കുറിച്ച്, കമ്പനിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ റോളിന് കമ്പനിയുടെ വളർച്ചയിൽ എന്ത് പ്രധാനമുണ്ട് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ കമ്പനിയോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കാൻ നല്ലത്. ശമ്പളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സാധാരണയായി അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ലഭിച്ച ശേഷമോ ആണ് നടത്തേണ്ടത്. 3. കമ്പനിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്ന് വെളിപ്പെടുത്താതിരിക്കുക. ഗവേഷണം അത്യാവശ്യം. നിങ്ങൾക്കെന്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമെന്ന് ചോദിക്കുമ്പോൾ കമ്പനിയെക്കുറിച്ചോ അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത മറുപടി നൽകുകയോ ചെയ്യുന്നത് നിങ്ങൾ ഈ ജോലിയെ ഗൗരവമായി കാണുന്നില്ല എന്നതിൻ്റെ സൂചനയാണ്. അഭിമുഖത്തിന് മുമ്പ് സ്ഥാപനത്തെക്കുറിച്ച്, അവരുടെ ചരിത്രം, അടുത്ത കാലത്തെ വിജയങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി ഗവേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നടത്തുന്ന ഓരോ അഭിമുഖവും ഒരു പരീക്ഷണം പോലെയാണ് കണക്കാക്കേണ്ടത്. അതിനാൽ തന്നെ പൂർണ്ണമായ തയ്യാറെടുപ്പോടെ പോവുക. അടുത്തത്, എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ വളരെയധികം ടെൻഷനിലാണ് എന്ന് പറയരുത്. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാത്ത സന്ദർഭങ്ങളിൽ എനിക്കറിയില്ല എന്ന ലളിതമായ മറുപടി നൽകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവും വിഷയത്തിലുള്ള അറിവില്ലായ്മയും എടുത്തു കാണിക്കും. അറിയില്ലെങ്കിൽ പോലും, ഇതുമായി നേരിട്ട് പരിചയമില്ലെങ്കിലും സമാനമായ ഒരു സാഹചര്യം ഞാൻ പഠിച്ചെടുക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്ത രീതി പറയാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പഠിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കാൻ സാധിക്കണം. അതുപോലെ ഞാൻ വളരെയധികം ടെൻഷനിലാണ് എന്ന് പറയുന്നതും കഴിവ് കുറഞ്ഞ സ്ഥാനാർത്ഥിയായി നിങ്ങളെ ചിത്രീകരിക്കാൻ കാരണമാകും. ശാന്തമായി ആത്മവിശ്വാസത്തോടെ കണ്ണിൽ നോക്കി മറുപടി നൽകൂ. അടുത്തത്, എൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഞാൻ പ്രൊഫഷണലിസ്റ്റാണ് എന്ന് പറയരുത്. സത്യസന്ധത പുലർത്തുക. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ബലഹീനതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഗുണത്തെ, ഉദാഹരണത്തിന് ഞാൻ പ്രൊഫഷണലിസ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ജോലി ചെയ്യും എന്നിങ്ങനെ നെഗറ്റീവായി അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് അഭിമുഖം നടത്തുന്നവർക്ക് വളരെ പരിചിതമായ ഒരു ക്ലീഷേ മറുപടിയാണ്. ഇത് നിങ്ങളുടെ സത്യസന്ധതയില്ലായ്മ തുറന്നു കാട്ടാൻ സാധ്യതയുണ്ട്. പകരം ജോലിക്ക് നേരിട്ട് ദോഷകരമല്ലാത്ത ഒരു ചെറിയ ബലഹീനത തുറന്നു പറയുകയും അത് പരിഹരിക്കാൻ നിങ്ങൾ എന്ത് നടപടികൾ എടുക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ നല്ല സമീപനം. ഈ ജോലി എനിക്കൊരു ചവിട്ടുപടി മാത്രമാണ് എന്ന സൂചന നൽകരുത്. ദീർഘവീക്ഷണം കാണിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെയായിരിക്കും എന്ന ചോദ്യത്തിന്
എനിക്ക് എൻ്റെ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഈ ജോലി എൻ്റെ അടുത്ത വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് എന്ന് മറുപടി നൽകുന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ അധികകാലം ഉണ്ടാകില്ല എന്നൊരു ധാരണ നൽകും. തൊഴിൽ ദാതാക്കൾക്ക് സ്ഥിരമായുള്ള ദീർഘകാലം കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവരെയാണ് ആവശ്യം. ഈ കമ്പനിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വളരാൻ സാധിക്കുമെന്നും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുന്നതാണ് ഉചിതം. അടുത്തത്, അഭിമുഖത്തിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യരുത്. മര്യാദ പാലിക്കുക. അഭിമുഖ സമയത്ത് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നതോ നിങ്ങൾ ഫോൺ എടുക്കുകയോ മെസ്സേജുകൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നത് ഏറ്റവും വലിയ അനാദരവാണ്. ഇത് നിങ്ങൾ അഭിമുഖം നടത്തുന്നവരെയും ജോലിയെയും പരിഗണിക്കാത്തതിൻ്റെ സൂചനയാണ് നൽകുന്നത്. അഭിമുഖത്തിന് മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻറ്റ് മോഡിൽ വയ്ക്കുകയോ ചെയ്യണം. അതുപോലെ അഭിമുഖം നടത്തുന്നയാളുടെ ചോദ്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ ഇരിക്കുക, ഇടയ്ക്ക് കയറി സംസാരിക്കുക, അല്ലെങ്കിൽ മര്യാദയില്ലാത്ത ഭാഷ ഉപയോഗിക്കുക എന്നിവയും ഒഴിവാക്കണം. അമിതമായ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. ബിസിനസ് മനോഭാവം നിലനിർത്തുക. ജോലി അഭിമുഖം എന്നത് നിങ്ങളുടെ തൊഴിൽപരമായ കഴിവുകളെ വിലയിരുത്തുന്നതിനുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. ജോലിയുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയം, മതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മറുപടികൾ എപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ട അറിവുകളിലും അനുഭവങ്ങളിലും ഒതുക്കി നിർത്തുക. അടുത്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയരുത്. താൽപ്പര്യം പ്രകടിപ്പിക്കുക. അഭിമുഖത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഈ ജോലിയിൽ താൽപ്പര്യമില്ലാത്ത ഒരാളാണ് എന്ന് ധാരണ നൽകും. ഇത് വളരെ മോശമായ ഒരു പ്രതികരണമാണ്. പകരം കമ്പനിയുടെ വളർച്ചാ പദ്ധതികൾ, ടീമിൻ്റെ ഘടന, അല്ലെങ്കിൽ നിങ്ങളുടെ റോളിനെ വിലയിരുത്തുന്ന മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് കുറഞ്ഞത് 2-3 ചോദ്യങ്ങളെങ്കിലും തയ്യാറാക്കി വയ്ക്കുക. ഇത് നിങ്ങളുടെ താൽപ്പര്യം പ്രകടിപ്പിക്കാൻ സഹായിക്കും. അടുത്തത്, എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയരുത്. ലക്ഷ്യബോധം പ്രകടിപ്പിക്കുക. എന്ത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന എന്ത് സ്ഥാനമായാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യബോധമില്ല എന്ന് സൂചിപ്പിക്കുന്നു. തൊഴിൽ ദാതാക്കൾക്ക് ആവശ്യം ഏത് സ്ഥാനത്തേക്കാണോ അപേക്ഷിച്ചത് അതിനോട് പൂർണ്ണമായും പ്രതിബദ്ധതയുള്ള വ്യക്തമായ കരിയർ ലക്ഷ്യമുള്ള ആളുകളെയാണ്. നിങ്ങളുടെ കഴിവുകൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു റോളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുക. അല്ലാതെ വെറും ഒരു ജോലി മാത്രമായി ഇതിനെ കാണുന്നില്ല എന്ന് സ്ഥാപിക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹായകരമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.